ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ബീഫിനെ പറ്റിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മലയാളികളുടെ ഒരു വികാരമാണ് ബീഫ്. ബീഫ് ഉണ്ടായാൽ പിന്നെ ഇഡ്ഡലിക്ക് വരെ ബീഫാണ്. അപ്പോൾ ഞാനിവിടെ മാർക്കറ്റിൽ പോയിട്ട് ബീഫ് വാങ്ങിച്ചു കൊടുന്ന കേട്ടോ. എല്ലോട് കൂടി വാരിലിൻ്റെ ഭാഗമാണേ. അപ്പോൾ കുറച്ച് അതിൻ്റെ ആ ഒരു മെഴുക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കഴുകി ഫ്രഷാക്കി കൊടുന്ന് വെച്ചാൽ കേട്ടോ. എപ്പോഴും വാരിലിൻ്റെ ഭാഗം വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബീഫ് വാങ്ങിക്കുമ്പോൾ വാരിലിൻ്റെ ഭാഗം വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ എന്നാൽ ഇനി ബീഫ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിലേക്കായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാമല്ലോ. 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ഉലുവി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി യോജിപ്പിച്ചിട്ടാണ്. എന്നിട്ട് നേരെ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഞാനൊരു 10 വിസിലിട്ടിട്ടുണ്ട്. കാരണം വേവോ ഇല്ല എന്നറിയാത്തതുകൊണ്ട് 10 വിസിലാണ്. 10 വിസിലിൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് അരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ബീഫ് ആയതുകൊണ്ടാണ് അത്ര ആക്കിയിട്ടുള്ളത്. ഇനി അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കഷ്ണം ഇഞ്ചി എടുത്ത് 2 വല്ലുള്ളി കട്ട് ചെയ്തത് കേട്ടോ. വലിയ ഉള്ളിയാണേ. ഇനി ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി നന്നാവുക. എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടില്ല. പിന്നെ ഒരു 3 പച്ചമുളകും ഇട്ട് 1 പിടി വെളുത്തുള്ളി ഇട്ട് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്ത് കൊടുന്നു കേട്ടോ. അധികം ചാന്ത് പോലെ അരിഞ്ഞില്ല. എന്നിട്ട് അത് മാറ്റി വെച്ചു. ഒരു ചട്ടി വെച്ചു. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരുംജീരകവും തക്കോലം കറാമ്പൂവ് ഏലക്കായ ഒക്കെ പാടെ ഒരു കുറച്ച് ഒറ്റ സ്പൂണാട്ടിട്ടുള്ളത്. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് പൊട്ടി വന്ന സമയത്തേക്ക് ഒന്നുകൊണ്ട് പൊട്ടണം, കരിയരുത്. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പൊട്ടി വന്നോളൂ. എന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പുണ്ടല്ലോ അത് അതിലേക്കാണ്ട് ഇട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചപ്പ് പോകുന്ന വരെ ഒന്നും ഇങ്ങോട്ട് ഒരു 10-15 മിനിറ്റോളം ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കരിയണ്ട. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ലെവലിലാക്കിക്കോളൂ. അപ്പോൾ പിന്നെ കരിയാണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടു. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കേട്ടോ. എന്നിട്ട് അത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ഈ മസാല എല്ലാം പാടെ ഒരു 10 മിനിറ്റ് പാടെ ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. ഈ സമയത്ത് തിരി ഒരു മീഡിയമിൽ തന്നെ വെക്കാവൂ കേട്ടോ. അധികം ഇതാവരുത്, കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ആ പച്ചപ്പ് മാറാൻ വേണ്ടി ഇളക്കി കൊടുത്തു. ഞാൻ എന്നിട്ട് അത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. തിരി കുറച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചതുണ്ടല്ലോ അതിൻ്റെ വെള്ളം ആ ബീഫും പാടെ ഞാൻ എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് മല്ലിപ്പൊടി കുറവുണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഗരം മസാല കുറവുണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ അതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം എത്ര ഇട്ട് എന്നുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊരു അടച്ച് വെക്കുക കേട്ടോ. കുറച്ച് തിരി കുറയ്ക്കണം. അപ്പോൾ ഞാൻ ഈ എണ്ണയൊക്കെ ഇതാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് തീ വന്നതാണ്. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ട് ഞാനൊരു 10-20 മിനിറ്റ് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കി കണ്ടില്ലേ, എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ പാകമായി വരികയാണ് കേട്ടോ. അപ്പോൾ എണ്ണ കുറച്ച് മെഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെയാണ് ആ എണ്ണ വരുന്നത്. അതൊന്നും നമ്മുടെ ഒഴിച്ച വെളിച്ചെണ്ണയുടെ ഇതൊന്നുമല്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും പാടെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്നും കൂടി ഇളക്കി നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് 10-15 മിനിറ്റോളം ഞാൻ പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ കുറച്ചും പാടെ തെളിഞ്ഞ് വരാൻ. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളിയും പാടെ ഇട്ടിട്ട് ഞാൻ ഒന്ന് അത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അത് മൂക്കാനായപ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് എന്നിട്ട് അതൊന്ന് ഇളക്കി എടുത്തിട്ടോ. നേരെ ഇനി നമുക്ക് ഇതാ നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബീഫ് കേട്ടോ, ബീഫ് തിളച്ച് ഞാൻ ഓഫ് ചെയ്തിട്ട് മൺചട്ടി ആയതുകൊണ്ടാണ് അതങ്ങനെ തിളച്ച് വരുന്നത്. അപ്പം ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കിയിട്ടോ. ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം ഇനി നേരെ നമുക്ക് ഈ വറവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ബീഫ് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ ബീഫ് ഈ രീതിയിൽ പല രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.